ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കല്യാണി അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവളുടെ കാർത്തികയുടെ ഫോൺ വന്നതിന് ശേഷം. അപ്പോഴേക്കും അവിടേക്ക് കിരൺ എത്തുകയാണ്. അങ്ങനെ കിരണിനോട് കല്യാണി പറയുന്നുണ്ട്, കാർത്തികേച്ചി എത്രയും വേഗം നമ്മളോട് അവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് വെറുതെ പറഞ്ഞതാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, ആ സംസാരത്തിൽ എന്തോ ഒരു ഭയമുള്ളതുപോലെ തോന്നിയായിരുന്നു, നമുക്ക് അവിടെ എത്രയും വേഗം എത്തണം എന്നിങ്ങനെ പറയുകയാണ് കല്യാണി. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ ആ ഗംഗപ്രസാദിൻ്റെ ആൾക്കാർ വല്ലവരും ആ സ്റ്റെഫിയോ കൂട്ടരോ അവരെവിടെ വല്ലവരും അടുക്കി എത്തിയിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ എന്നിങ്ങനെ വന്നാൽ വേഗം വായു ഒന്ന് നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് കിരണം അതുപോലെ കല്യാണിയും കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. രണ്ടുപേരും നേരെ പോകുന്ന ലക്ഷ്മി അമ്മയുടെയും അതുപോലെ കാർത്തികയുടെ അരിയിലേക്ക്. അവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ അവർ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെയല്ലേ അറിയിക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മളെ അത് അവർ അറിയിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവർ വരികയാണ്. അപ്പോൾ എന്ത് പറ്റി എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം അല്ല ഗംഗപ്രസാദിന് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കണം കേൾക്കുമ്പോൾ കിരണും കല്യാണിയും കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞെട്ടി നിൽക്കുകയാണ്. അതെ, നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ പറയുക, ഗംഗപ്രസാദിന് എന്താ പറ്റിയത്, അവൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ CI ഇങ്ങോട്ട് വന്നായിരുന്നു. CI വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അയാൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗംഗപ്രസാദ് വന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പം ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിച്ച് അതിൽ അവൻ വരുന്ന ഭാഗം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന കിരൺ ഞെട്ടി പോകുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചത് കിരണേ, നിനക്കറിയാതെ ഒന്നും നടക്കില്ല അവിടെ. നീ എന്തായാലും കല്യാണ സമയത്തൊന്നും തന്നെ നീ അവിടെ ഉണ്ടായിരുന്നില്ല. താലി കെട്ടുന്ന സമയത്താണെങ്കിൽ പോലും അതുപോലെ സദ്യ കഴിക്കാനും ഒന്നും നീ അവിടെ ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയൊക്കെ നമ്മുടെ കാർത്തിക പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ല ഞാൻ അവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ അവിടെ എന്താ സംഭവിച്ചതെന്ന്, അവനെ നമുക്ക് പേടിയല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല, എന്താ കാര്യമെന്ന് പറയും. അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമല്ലേ, നിങ്ങളെന്താ ഞങ്ങളിൽ നിന്ന് വല്ല മറച്ചു പിടിക്കുന്നുണ്ടോ, സത്യം പറയിക്കിരണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ലക്ഷ്മി അമ്മയും അതുപോലെ കാർത്തികയും ഇങ്ങനെ അവനെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, അതെ കല്യാണി നോക്കിയ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാളും വലുതാണല്ലോ ഇവരുടെ ചോദ്യം ചെയ്യൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കല്യാണിയോട് കിരൺ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സത്യം അങ്ങോട്ട് പറഞ്ഞോളൂ, അല്ലാതെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുകയാണ്, അന്ന് ഹാളിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അവനെ പിടിച്ചതും അതുപോലെ അവനെ ഇടിച്ചതും അവൻ്റെ തല ആ പാറക്കല്ലിൽ ഇടിച്ചിട്ട് പിന്നെ അവൻ മരണപ്പെട്ട് കിടക്കുന്നതും അതുപോലെ പായയിൽ അവനെ പൊതിഞ്ഞിട്ട് അവനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ അവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ സമയം എന്നിട്ട് അവൻ എന്താ ചെയ്തത്, അവൻ്റെ ബോഡി എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടെ ഒരു തെങ്ങും തൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയം ആണോ, എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ കാണാമെന്ന് കല്യാണി പറയുകയാണ്. മോനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയുള്ളൂ, അവനെ ഇനി ഞങ്ങൾക്ക് പേടിക്കാതെ ജീവിക്കാമല്ലോ. പക്ഷേ മോൻ ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല, അത് ഞങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം, എത്ര പൈസ എറിഞ്ഞിട്ടായാലും കിരണിനെ ഞങ്ങൾ ജയിലിലേക്ക് പറഞ്ഞയക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം കിരൺ പറയുകയാണ്, ജയിലിലോട്ട് പോകേണ്ടി വരുന്നെന്നും തന്നെയാണ് തോന്നുന്നത്, കാരണം ഈ CI പൈസയിലൊന്നും നിൽക്കുന്ന ഒരാളല്ല, അയാൾക്ക് പൈസയൊന്നും പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ വരണമെന്നില്ല, അപ്പോൾ അത് ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, ഞാൻ കിടക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയണ കേൾക്കുമ്പോൾ കാർത്തികയൊക്കെ പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങൾ ഉള്ളപ്പോൾ അത് സമ്മതിക്കില്ല, എന്തായാലും നിങ്ങൾ പേടിക്കാതിരിക്കുക, ഞങ്ങൾ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങനെ ആശ്വസിപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി എന്തായാലും മറ്റോരെയാണ് പേടിക്കേണ്ടത്, ഈ പറയുന്ന സ്റ്റെഫിയെയും കൂട്ടരെയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയും അതുപോലെ ശാരിയും കൂടിയിട്ട് അടുക്കളയിൽ പണിയെടുക്കുകയാണ്. അപ്പം ശാരിയാണെങ്കിൽ പച്ചക്കറി അരിഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ രൂപയാണെങ്കിൽ തിളച്ച വെള്ളം, അരിയിടണം മറ്റോ തിളച്ച ഗ്യാസുമേൽ വെള്ളം ഇട്ട് അങ്ങനെ തിളപ്പിക്കുകയാണ്. അപ്പോൾ യാമിനിയെ പറ്റിയിട്ട് നമ്മുടെ ശാരി പറയുകയാണ്. ശാരി പറയുന്നുണ്ട്, ഈ ഇടയ്ക്കിടയ്ക്ക് യാമിനി എന്തിനാ വീട്ടിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്തേ വല്ല നഷ്ടമുണ്ടോ അവളുടെ വീട്ടിലോട്ട് പോകുന്നതിൽ എന്നിങ്ങനെ രൂപ ചോദിക്കണം. ഇല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം
പണിയെടുക്കാൻ ആളില്ലാതെ ഇവൾ പണിയെടുക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം തന്നെ ഈ പറയുന്ന രാഹുൽ അവൻ നേരെ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് നേരെ വരുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം കുഞ്ഞാണെങ്കിൽ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ കണ്ടിട്ട് വേഗം തന്നെ രാഹുൽ വന്ന് കുഞ്ഞിനെ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ചാച്ചൻ്റെ ആരാണെന്ന് മനസ്സിലായോ, അച്ചാച്ചനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന രൂപ അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ, ശബ്ദം കേട്ടിട്ട് നിന്റെ ഭർത്താവാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ശാരിയോട് പറയുകയാണ്. ശാരി അത് കേട്ടിട്ട് അയാൾ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്നും ചോദിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അടുക്കളയിൽ നിന്നും എഴുന്നേറ്റ് വേഗം സിറ്റൗട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ സമയത്ത് കുഞ്ഞിനെ ലാളിക്കുന്ന കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന രാഹുലിനെ കണ്ടിട്ട് ശാരിക്ക് ദേഷ്യം വരികയാണ്. ശാരി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെ എടുത്തത് എന്നും പറഞ്ഞ് കുഞ്ഞിനെ തട്ടിപ്പറിക്കുകയാണ് അവൻ്റെ കയ്യിൽ നിന്നും. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവിടേക്ക് ഈ പറയുന്ന ചന്ദ്രസേന വരികയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, നോക്കി ചന്ദ്രേട്ടാ ഇയാളിവിടെ വന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് നിൽക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സേനനോട് പറയുകയാണ് നമ്മുടെ രാഹുൽ പറയുന്നത്, സേന എൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്, ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി എൻ്റെ പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ശാരിയെയും കാണണം, സരയുനെയും കാണണം. സരയുനെ ഞാൻ വിളിച്ചപ്പോൾ അവൾ എൻ്റെ ഫോൺ എടുക്കാൻ കൂടി കൂട്ടാക്കിയില്ല, അവൾ എന്നോട് ഇനി വിളിക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ കള്ളങ്ങളെങ്ങനെ രാഹുൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഞാൻ ഒരിക്കലും ഇനി തെറ്റിലേക്ക് പോകില്ല, ഞാൻ പരോളിറങ്ങിയത് നല്ല ഇതിലാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, എടാ നീ നല്ല ഇതിലല്ല ഇറങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം, നീ അവിടെ ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം ആദ്യത്തേക്കാളും വളരെ മോശമായിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നിന്റെ മരുമകൻ അതായത് മനോഹർ കാര്യങ്ങളൊക്കെ കിരണിനെ അറിയിക്കുന്നുണ്ടടാ, അതുകൊണ്ട് നീ നിന്റെ നാടകമായിട്ട് ഇവിടേക്ക് വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നിനക്കും നിന്റെ ഈ നിന്റെ മരുമകനും മനോഹറിനും കുഞ്ഞിനെ കാണാനുള്ള അവകാശമില്ല. കുഞ്ഞിനെ ഞങ്ങളൊക്കെയുണ്ട്. പിന്നെ അച്ഛനായിട്ട് ഇപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് കാണുന്നത് എൻ്റെ മോൻ കിരണാണ്. പിന്നെ അച്ചാച്ചനും അതുപോലെ അമ്മാമ്മയ്ക്കായിട്ട് ഞാനും അതുപോലെ ശാരിയും അതുപോലെ രൂപയും എല്ലാവരും ഉണ്ട് കുഞ്ഞിന്. നിൻ്റെ മനോഹറിൻ്റെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്താണ് രൂപ അവിടേക്ക് കപ്പിൽ നല്ല തിളച്ച വെള്ളവുമായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് രൂപ എന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ആ രൂപ ദേഷ്യം കൂടുമ്പോൾ ആ വെള്ളം എടുത്ത് രാഹുലിൻ്റെ മുഖത്തേക്കാണ് ഒഴിക്കുന്നത്. പക്ഷേ മുഖം തിരിഞ്ഞു നിന്ന് മറച്ചു പിടിക്കുന്നത് കൊണ്ട് സൈഡിൽ കയ്യിലും പുറത്തൊക്കെയാണ് ആകുന്നത്. അങ്ങനെ രാഹുൽ അയ്യോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നല്ല നീറ്റമുണ്ട്, എനിക്ക് ഇത്തിരി ഐസ് കട്ട തരുമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഐസ് കട്ടയല്ലടാ, നിനക്ക് തീ കട്ട തരാം, ഒന്നും കൂടി ഒന്ന് പഴിപ്പിക്കാനായിട്ട് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രസേനൻ രാഹുലിനെ തള്ളിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് ഉന്തിയിടുകയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഈ വീട്ടിൽ വെച്ചിട്ട് എന്നെ നീ ഇതുപോലെ തള്ളിയിട്ടത് ഓർമ്മയുണ്ടോ, എന്നെ ഇവിടെ നാട്ടിപ്പായച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാഹുലിനെല്ലാം കൂടി ആകുമ്പോൾ രാഹുൽ മനസ്സിൽ കരുതുന്നുണ്ട്, നോക്കിക്കോടാ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, നിങ്ങളുടെ ചങ്കിൽ നിന്ന് ചോര ഞാൻ വേർത്തിക്കോടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശാരിയും പറയും, ഇറങ്ങിപ്പോടോ, ഇനി ഇങ്ങോട്ട് വരണ്ടടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരിയുടെ ഭാഗത്തു നിന്നും അയാൾക്ക് മോശമായ പ്രതികരണം തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അയാൾ അവിടെ നിന്നുകൊണ്ടും പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ശാരിയോട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇനി ഇയാൾ ഇവിടെ വരികയാണെങ്കിൽ ഇയാൾ വരുന്നത് അപകടമാണെന്നൊക്കെ രൂപയും ചന്ദ്രസേനൻ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.